മാർച്ച് 15 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ ലൂയിസെ മാരിലാക്ക്, വിശുദ്ധ അരിസ്റ്റോബുളൂസ്, വിശുദ്ധ ലോഞ്ചിനൂസ്, വിശുദ്ധ ക്ലെമന്റ് മേരി ഹോഫ് ബവർ, വിശുദ്ധ ലയോക്രീഷ്യ, വിശുദ്ധ മാഞ്ചിയൂസ്, വിശുദ്ധ മട്രോണ. വിശുദ്ധ ലൂയിസെ മാരിലാക്ക് 1591 1660 കാലഘട്ടത്തിലാണ് വിശുദ്ധ ലൂയിസെ മാരിലാക്ക് ജീവിച്ചിരുന്നത്. ശതവത്സര സമരത്തിൽ പ്രസിദ്ധനായി തീർന്ന ലൂയി മാരിലാക്കിന്റെ പുത്രിയാണ് ലൂയിസെ മാരിലാക്ക്. വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ഉപവിയുടെ സഹോദരിമാരുടെ സഭയുടെ സ്ഥാപികയായ ലൂയിസെ 1591 ഓഗസ്റ്റ് 12 ജനിച്ചു. 3 വയസ്സുള്ളപ്പോൾ അമ്മ മരിക്കുകയും പിതാവ് പുനർവിവാഹം നടത്തുകയും ചെയ്തു. ലൂയിസെ ഡൊമിനിക്കൻ മഠത്തിൽ ഗ്രീക്കും ലത്തീനും പഠിച്ച് അവിടെ താമസിച്ചു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് പിതാവിന്റെ പക്കലേക്ക് മടങ്ങി. 1607 പിതാവ് മരിച്ചു. അനന്തരം പീഡാനുഭവ പുത്രികളുടെ സഭയിൽ അർത്തിനിയായി കുറേ നാൾ കഴിച്ചെങ്കിലും ലൂയിസെ സന്യാസം ഉപേക്ഷിച്ച് ആന്റണിലെ ഗ്രാസ് എന്ന ഉദ്യോഗസ്ഥനെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. മൈക്കൽ ആന്റുവ എന്നൊരു കുട്ടി ജനിച്ചു. അവനെ ലൂയിസെ ഭക്തനായി വളർത്തിക്കൊണ്ടുവന്നു. അന്നും ഉപവിപ്രവർത്തികൾ ചെയ്യുന്നതിൽ അവൾ അക്ഷീണയായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ആയിരുന്നു അവളുടെ ഉപദേഷ്ടാവ്. 1625 ഡിസംബർ 21 ഭർത്താവ് മരിച്ചു. ലൂയിസെ പുനർവിവാഹം കഴിക്കാതെ ദരിദ്ര സേവനത്തിൽ വ്യാപൃതയായി ജീവിച്ചു. ഹ്യൂഗനോട്ട് പാഷണ്ഡത ഫ്രാൻസിനെ നാശത്തിലേക്ക് തള്ളി നീക്കിക്കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസിന്റെ പ്രസംഗങ്ങളും ഗ്രന്ഥങ്ങളും വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ പരോപകാര പ്രവർത്തികളും സ്വല്പം പ്രകാശം വീശിക്കൊണ്ടിരുന്നു. ഫാദർ വിൻസെന്റ് ലൂയിസയെ പല പ്രവർത്തനങ്ങളിലും ഭാഗഭാക്കാക്കിയിരുന്നു. ഉപവയുടെ സാഹോദര്യം എന്നൊരു സംഘടന ഫാദർ വിൻസെന്റ് ആരംഭിച്ചു. ആഴ്ചതോറും ഫാദർ വിൻസെന്റിന്റെ ഉപദേശങ്ങളും ലൂയിസയുടെ നഴ്സിംഗ് ക്ലാസുകളും നടന്നുകൊണ്ടിരുന്നു. 1635 മാർച്ച് 25 ഉപവി സഹോദരിമാരുടെ സഭ സ്ഥാപിതമായി. തൻ്റെ മക്കൾക്ക് വ്രതങ്ങളും ദൈവവിളിയെപ്പറ്റി ലൂയിസെ നൽകിയ ഉപദേശങ്ങൾ അനർഘങ്ങളായിരുന്നു. വെള്ളിയാഴ്ചകളിലും നോമ്പിലെ എല്ലാ ദിവസവും 1 മണിക്കൂർ വീതം നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിച്ചിരുന്നു. ലൂയിസയുടെ പ്രചോദനത്തിൽ സഹോദരിമാർ ആശുപത്രികളും സ്കൂളുകളും അനാഥ മന്ദിരങ്ങളും വൃദ്ധസദനങ്ങളും ആരംഭിച്ചു. എളിമയിലും ദരിദ്ര സേവനത്തിലും അടിയുറച്ചു നിൽക്കുവാൻ വേണ്ട ഉപദേശങ്ങളും ഈ സഹോദരിമാർക്ക് 25 വർഷത്തേക്ക് വിൻസെന്റ് ഡി പോൾ നൽകി പോന്നു. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പരസ്നേഹത്തിന് ലൂയിസെ എത്രയും ഉത്തേജകമായ മാതൃകയായിരുന്നു. 69-ാമത്തെ വയസ്സിൽ ആ സ്നേഹദീപം അണഞ്ഞു. 1934 വിശുദ്ധ എന്ന് പ്രഖ്യാപിതയായി. ഇന്നേ ദിവസം നമുക്കിങ്ങനെ വിചിന്തനം ചെയ്യാം. എൻ്റെ ഈ എളിയവരിൽ ഒരുവന് നന്മ ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് നന്മ ചെയ്തത് എന്ന് ക്രിസ്തുനാഥൻ പറഞ്ഞത് ആ വാക്ക് നിസ്തുല വാക്യമായിരുന്നു. ആ വാക്കായിരുന്നു ലൂയിസയ്ക്ക് പ്രചോദനം നൽകിയത്. നമുക്കും ലൂയിസയ്ക്കുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ എളിയവരിൽ ഒരുവന് നന്മ ചെയ്ത് ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായും മാറാം. വിശുദ്ധയായ ലൂയിസ് മാരിലാക്കെ, ഞങ്ങളുടെ വിഷമങ്ങളിൽ, ഞങ്ങൾ വേദനാജനകമായിരിക്കുമ്പോൾ, ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ ഞങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.